അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റ്സ് എന്ന ടോപ്പിക്കാണ്. ഈ ബീറ്റ് എന്ന ടോപ്പിക്ക് വരുന്നത് വേവ്സ് എന്ന ചാപ്റ്ററിലാണ്. +1 വേവ്സ് എന്ന ചാപ്റ്ററിനകത്ത് ഒരു ലാസ്റ്റ് ഡോപ്ലർ എഫക്റ്റിന് മുമ്പ് വരുന്ന ടോപ്പിക്കാണ് ബീറ്റ് എന്ന് പറയുന്നത്. അപ്പം നീറ്റിൻ്റെയും അല്ലെങ്കിൽ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ബീറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ബീറ്റ് എന്ന ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബീറ്റ് എന്നുള്ളതിൻ്റെ കൺസെപ്റ്റാണ്. അതായത് എന്താണ് ഒരു ബീറ്റ് എന്ന് പറയുന്നത്. ഒരു ബീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വേവിൻ്റെ രീതിയിൽ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ വേവ് ആണല്ലോ, അപ്പോൾ വേവിൻ്റെ രീതിയിൽ പറയുവാണെങ്കിൽ 2 വേവുകൾ കൺസിഡർ ചെയ്യുക. 2 2 കൂടുതലോ ആകാം. അപ്പോൾ ഈ ഒരു കേസിൽ ഞാൻ 2 വേവുകളെ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ വേവ് നമ്പർ 1 എന്ന് പറയുന്നത് ഇതാണ്. ട്രാൻസ്വേഴ്സ് വേവുകളെ പറ്റിയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഒരു വേവ് എടുത്തു, അതേപോലെ വേറൊരു വേവ് എടുത്തു. ഓക്കെ, ഈ 2 വേവിൻ്റെയും ഫ്രീക്വൻസി, ഓക്കെ, ഫസ്റ്റ് വേവിൻ്റെ ഫ്രീക്വൻസിയെ F1 എന്നും വിളിച്ചു, സെക്കൻഡ് വേവിൻ്റെ ഫ്രീക്വൻസിയെ F2 എന്നും വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ വരച്ചേക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പോൾ രണ്ടിലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഈ വേവിൻ്റെ ഫ്രീക്വൻസിയും ഈ വേവിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതിനെ F1 ഉം F2 എന്നും വിളിച്ച്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത്, സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് എന്താണ്, 2 വേവുകൾ നിയർലി സെയിം ഫ്രീക്വൻസിയുള്ള വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന റിസൾട്ടൻറ്റ് വെക്റ്റർ സം ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽ വേവ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിലേക്ക് പോകണ്ട, സൂപ്പർ ഇമ്പോസിഷൻ എന്ന ടേം ഒന്നുണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന റിസൾട്ടൻറ്റ് വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് F1 - F2 ആയിരിക്കും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്, ബീറ്റ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അതായത് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റ് വേവിന് എന്ത് കാണും, ഒരു ഫ്രീക്വൻസി ചേഞ്ച് കാണും. രണ്ടും കൂടെ കൂടി ചേരുകയല്ലേ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ബീറ്റ് ഫ്രീക്വൻസി. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഫെനോമിനോനെ വിളിക്കുന്ന പേരാണ് ബീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതറിഞ്ഞിരിക്കുക. ബീറ്റ് ഫ്രീക്വൻസിയുടെ ആണ് ചോദ്യം വരുന്നത്. അപ്പോൾ ബീറ്റ് ഫ്രീക്വൻസി ഞാൻ FB എന്നാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോഡുലസ് ഓഫ് F1 - F2. അപ്പോൾ തിരിച്ചു എഴുതാം. അപ്പം ഡിനോട്ട് ചെയ്യേണ്ടത് ഓൾവേസ് ബീറ്റ് ഫ്രീക്വൻസി എന്താണ്, ഒരു പോസിറ്റീവ് ടേമാണ് എന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ബീറ്റ് ഫ്രീക്വൻസി നമുക്ക് എന്തും പറയാം, നമ്പർ ഓഫ് ബീറ്റ്സ് ഫോംഡ് എന്നും പറയാം കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ബീറ്റ്സ് ഫോംഡ് അങ്ങനെയൊക്കെ പറയാം. എത്ര ബീറ്റുകൾ ഫോം ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, അതാണ് ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്ക് ടൈം പീരീഡ് ഉണ്ട് അല്ലേ. ടൈം പീരീഡ്, ഫ്രീക്വൻസി പറഞ്ഞാൽ എന്ത് കാണും, ടൈം പീരീഡ് കാണും. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ കേസിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ T അല്ലേ. അപ്പം ഞാനിവിടെ T എന്നങ്ങ് എഴുതാം. ഓക്കെ, ടൈം പീരീഡ് T എന്ന് പറയുന്നത് N/മോഡുലസ് ഓഫ് F1 - F2 ആയിരിക്കും. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനൊക്കെയാണ്. പക്ഷേ എന്താണ് ഈ N എന്ന് പറയുന്നത്, അതായത് N എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സമയം അല്ലെങ്കിൽ നമുക്ക് ഏത് ബീറ്റാണ് ഫോം ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ബീറ്റ് ഫോം ചെയ്ത സമയം എനിക്കറിയണം. വാട്ട് ഡു, എന്നിൻ്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ബീറ്റ് ഫോം ചെയ്ത സമയം കിട്ടും. എന്നിൻ്റെ വാല്യൂ 2 കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ബീറ്റ് ഫോം ചെയ്തതിൻ്റെ സമയം കിട്ടും. അങ്ങനെ ഈ N എന്ന് പറയുന്നത് എന്താണ്, ടൈമാണ് ഡിനോട്ട് ചെയ്യുന്നത്. എത്ര ടൈമല്ല, സോറി, ബീറ്റാണ് ഡിനോട്ട് ചെയ്യുന്നത്. എത്രാമത്തെ ബീറ്റാണ്, സെക്കൻഡ് ബീറ്റാണോ തേർഡ് ബീറ്റാണോ, വേറെ N ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബീറ്റ്. ഓക്കെ, ഫ്രീക്വൻസി അല്ല ഉദ്ദേശിക്കുന്നത്, നമ്പർ ഓഫ് ബീറ്റ്. എത്രാമത്തെ ബീറ്റാണെന്നുള്ളത്. ഫസ്റ്റ് ബീറ്റ് ആണെങ്കിൽ വിൽ ഗെറ്റ് ടൈം പീരീഡ് ഓഫ് ഫസ്റ്റ് ബീറ്റ്. അങ്ങനെ സെക്കൻഡ് ആണെങ്കിൽ വിൽ ഗെറ്റ് ടൈം പീരീഡ് ഓഫ് സെക്കൻഡ് ബീറ്റ്. അങ്ങനെ നമുക്ക് ആ ഒരു എന്നിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ബീറ്റുകളുടെ എത്രാമത്തെ ടൈമിലാണ് ഇത്രാമത്തെ ബീറ്റ് ഫോം ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ വേറെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം ഇൻ്റർഫറൻസ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാവും നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൽ മാക്സിമം മിനിമം ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഒരു മാക്സിമയും ഒരു മിനിമയും തമ്മിലുള്ള, ഒരു മാക്സിമം ഒരു മാക്സിമയും മിനിമയും തമ്മിലുള്ള ഇടയ്ക്കുള്ള ടൈം പീരീഡ് ചോദിച്ചു കഴിഞ്ഞാൽ T ഈസ് ഈക്വൽ ടു, അതായത് നമ്പർ ഓഫ് ബീറ്റ്സ് ഫോംഡ് ബിറ്റ്വീൻ എ മാക്സിമം ആൻഡ് മിനിമ, അല്ലെങ്കിൽ ടൈം ബിറ്റ്വീൻ, അങ്ങനെ പറയാം. അതായത് 2 ബീറ്റ്, ഒരു മാക്സിമയ്ക്കും മിനിമയ്ക്കും ഇടയ്ക്ക് ഫോം ചെയ്യുന്ന ബീറ്റിൻ്റെ സമയം ചോദിച്ചു കഴിഞ്ഞാൽ N/, ഒരു 2ൻ്റെ കുറവുള്ളൂ, പകുതി, 2 × മോഡുലസ് ഓഫ് F1 - F2 എന്ന് നോട്ട് ചെയ്യുക. ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, ബട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ്. ഓക്കെ, ഒന്നുമില്ല, അതിൻ്റെ പകുതി ആയിരിക്കും നോക്കുക. ഒരു മാക്സിമം മിനിമം അല്ലേ, അപ്പോൾ കോൺസിക്യൂട്ടീവ് ആണ്, അപ്പോൾ അതിൻ്റെ പകുതി എന്ന് ആലോചിച്ചാൽ മതി. അതാണ് മാക്സിമം മിനിമയുടെ കേസിൽ. ഓക്കെ, ഇത് മാക്സിമം മിനിമയുടെ കേസിലാണ് കേട്ടോ. ഒരു മാക്സിമയ്ക്കും മിനിമയ്ക്കും ഇടയ്ക്കുള്ള ടൈം പീരീഡ് ചോദിക്കുകയാണെങ്കിൽ ഈ കേസാണ് ബീറ്റിൻ്റെ കാര്യത്തിൽ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ജനറലി ബീറ്റിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്.
ഇനി നമുക്ക് വേറൊരു കേസ് കൂടെ പറയാനുണ്ട്, ട്യൂണിങ് ഫോർക്കിൻ്റെ കേസുകളിൽ. അപ്പം ബീറ്റ് രണ്ട് രീതിയിലാണ് ചോദിക്കുന്നത്. ഒന്നീ നേരിട്ട് നമുക്കിങ്ങനെ ഒരു രണ്ട് വേവുകളുടെ കാര്യത്തിൽ പറഞ്ഞു തരാം. അപ്പോൾ ഈ വേവുകൾ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യാനൊരു സോഴ്സ് വേണം, അത് നമുക്കറിയാമല്ലോ. ചുമ്മാ ഒരു വേവ് ഉണ്ടാവത്തില്ല, നമ്മളൊരു സോഴ്സ് വേണം. അപ്പോൾ ട്യൂണിങ് ഫോർക്ക് എന്ന് പറയുന്നത് ഒരു സോഴ്സാണ്. ഇപ്പോൾ ട്യൂണിങ് ഫോർക്ക് എടുത്ത് നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നുണ്ട്? വേവുകൾ ഉണ്ടാവും, നമുക്കറിയാം അല്ലേ. ട്യൂണിങ് ഫോർക്ക് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഈ ഒരു ഷേപ്പ് ഇരിക്കുന്ന ഏതാണ്ട് ഇതേപോലെ ഇരിക്കും. ഞാൻ റഫ്ലി എന്ന് വരച്ചാണ് ട്യൂണിങ് ഫോർക്ക് കണ്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ ഒരു ക്രസ്റ്റ് മൂവ്മെൻറ്റ്, ട്രഫ് മൂവ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു വേവുകൾ ഫോം ചെയ്യും നമുക്കറിയാം. ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വേവ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് ട്യൂണിങ് ഫോർക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? നമുക്ക് രണ്ട് വേവുകൾ ഉണ്ടായിക്കൂടെ? രണ്ട് ട്യൂണിങ് ഫോർക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് വേവുകളോടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫെനോമോൺ ഉണ്ടാവാം? ബീറ്റ്സ് എന്ന ഫെനോമോൺ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഇപ്പോൾ ട്യൂണിങ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി ഇത് അടുത്തൊരു ട്യൂണിങ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി ഇത് ഇതേപോലെ ബീറ്റ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം, വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം റിസൾട്ടൻ്റ് ബീറ്റ് അങ്ങനെയൊക്കെ ചോദ്യം വരാം. സെയിം സാധനം, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പക്ഷേ ഒരു ടേം ഉപയോഗിക്കും അവർ, വാക്സിങ്, വെയിനിങ് അങ്ങനെയുള്ള ടേമുകൾ ഉപയോഗിച്ചായിരിക്കും പറയുന്നത്. ഇപ്പോൾ നോട്ട് ചെയ്തോണേ, വാക്സിങ് വാക്സിങ്ങിനെ നമുക്ക് വേറെ പേരും വിളിക്കും, ലോഡിങ് എന്ന് വിളിക്കും. ഓക്കെ, ലോഡിങ്. അതേപോലെ വെയിനിങ് ഓർ ഫൈലിങ്. ഓക്കെ, ഈ വാക്കുകൾ ഈ രണ്ട് വാക്കുകൾ അറിഞ്ഞിരിക്കണം ട്യൂണിങ് ഫോർക്കിൻ്റെ പ്രോബ്ലം വരുവാണെങ്കിൽ. പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിക്കാം, അപ്പോൾ അവിടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇത് നോട്ട് ചെയ്യുക, വാക്സിങ് അല്ലെങ്കിൽ ലോഡിങ്, അതുപോലെ വെയിനിങ് അല്ലെങ്കിൽ ഫൈലിങ്, രണ്ട് സാധനമാണ്. അപ്പോൾ എന്താണ് ഈ വാക്സിങ് അല്ലെങ്കിൽ ലോഡിങ് നമുക്ക് നോക്കാം. വാക്സിങ്, ലോഡിങ് എന്ന് പറയുന്നത് ഒരു ട്യൂണിങ് ഫോർക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ട്യൂണിങ് ഫോർക്കിനെ നമുക്ക്, ഇപ്പോൾ ട്യൂണിങ് ഫോർക്ക് ഇതാണ് ട്യൂണിങ് ഫോർക്ക് എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് എന്ത് ചെയ്യും? ഒരു സാധനം ഇങ്ങോട്ട് ആഡ് ചെയ്യും, എന്തെങ്കിലും ഒരു അലൂമിനിയം എന്തെങ്കിലും മെറ്റീരിയൽ ആഡ് ചെയ്ത് ഈ ട്യൂണിങ് ഫോർക്കിൻ്റെ മാസ് നമ്മൾ കൂട്ടും. മാസ് കൂടി കഴിയുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അതങ്ങനെ മാസ് കൂടിയ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്കൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, T=2π √m/k എന്നൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മാസ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ കേസിൽ ഇപ്പോൾ ഫ്രീക്വൻസി എന്തായിരിക്കും? ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √m എന്നറിയാം. അതായത് മാസ് കൂടിയാൽ എന്ത് കുറയും? ഫ്രീക്വൻസി കുറയുമെന്ന് ഈ റിലേഷനിൽ നമുക്ക് മനസ്സിലായിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മളിവിടെ പറയുന്ന വാക്സിങ്ങിനെ പറ്റിയാണ്. ഓക്കെ, വാക്സിങ് അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണ് പറഞ്ഞത്? എന്ത് കൂടും? മാസ് കൂടും അല്ലേ. മാസ് കൂട്ടി എന്തോ ഒരു സാധനം ആഡ് ചെയ്ത്, അലൂമിനിയം എന്തോ ആയിക്കോട്ടെ, ആഡ് ചെയ്ത് മാസ് കൂട്ടുവാണ്. മാസ് കൂട്ടുമ്പോൾ എന്ത് കുറയും? ഫ്രീക്വൻസി കുറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണം. മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി കുറയും. ഫ്രീക്വൻസി കുറയാന്നുള്ളതാണ് നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വെയിനിങ് എന്ന് പറയും. വെയിനിങ്ങും അഥവാ ഫൈലിംഗ് എന്ന് പറയും, ഫൈലിംഗ്. അപ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആണ് വെയിനിങ് ബാർ ഫൈലിംഗ് എന്ന് പറയുന്നത്. ഇപ്പം കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വെയിനിങ് ബാർ ഫൈലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വെയിനിങ് എന്ന് പറഞ്ഞാൽ? ട്യൂണിങ് ഫോർക്കിന് ഓൾറെഡി ഒരു പാർട്ടുണ്ട്, ഇത് നമ്മളിങ്ങനെ ചെത്തിക്കളയെന്ന് പറയും. അതിങ്ങനെ എന്തെങ്കിലും ഒരു കട്ടറോ എന്തെങ്കിലും ഉപയോഗിച്ച ശേഷം നമ്മളിങ്ങനെ ചെത്തി കളയും. ഓക്കെ, ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് എന്ത് കുറയും? മാസ് കുറയും. മാസ് കുറഞ്ഞാൽ എന്ത് കൂടും? ഫ്രീക്വൻസി കൂടും. ബിക്കോസ് ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് m. ആ കേസിലും എന്തായിരിക്കും? ഫ്രീക്വൻസി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഫ്രീക്വൻസി കൂടുന്നു. ഏതിൽ? വെയിനിങ്ങിൽ ഫ്രീക്വൻസി കൂടുന്നു, വാക്സിങ്ങിൽ ഫ്രീക്വൻസി കുറയുന്നു. ഇതാണ് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ പ്രോബ്ലം വരുന്ന സമയത്ത് അവർ ജസ്റ്റ് വാക്സിങ് വെയിനിങ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഫ്രീക്വൻസി കുറയത്തില്ലേ എന്നുള്ളത് നമ്മൾ വേണം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ബീറ്റിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ, അതിനെപ്പറ്റി പറഞ്ഞപ്പോഴല്ലേ ഈ ട്യൂണിങ് ഫോർക്കിനെ പറ്റി പറഞ്ഞത്. ബീറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, രണ്ട് വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പം ഉള്ള കേസാണ് പറഞ്ഞത്. അപ്പം അതൊരു 3 വേവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാര്യം എൻട്രൻസിന് കൂടുതലായിട്ട് അങ്ങനെ ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പം 3 വേവിൻ്റെ കേസ് എങ്ങനെ 2 or 3 ആണ് ചോദിച്ചേക്കുന്നത്. 2 വേവുകളോ അല്ലെങ്കിൽ 3 വേവിൻ്റെ കേസ് പറയും. അപ്പോൾ എന്തായാലും 3 വേവ്സിൻ്റെ കേസ് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുമല്ലോ അല്ലേ. ഓക്കെ, 3 ട്യൂണിങ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 200, 201, 204. ഓക്കെ, എല്ലാം തന്നിട്ടുണ്ട്. സൗണ്ട് ടുഗദർ ദ ബീറ്റ് ഫ്രീക്വൻസി എത്ര വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ 2 ഫ്രീക്വൻസി ഉണ്ട്. നമ്മുടെ ഫോമുല എന്ത് വരുന്നു? മോഡുലസ് ഓഫ് F1 - F2 ആയിരുന്നു ബീറ്റ് ഫ്രീക്വൻസിയുടെ ഫോമുല. പക്ഷേ ഇവിടെ 2 ആണോ? F1 F2 മാത്രമല്ല, ഇവിടെ എന്തുണ്ട്? F3 ഉണ്ടല്ലേ, ഒരു 3rd ഫ്രീക്വൻസിയും കൂടെ ഉണ്ട്. അപ്പോൾ ആ കേസ് വരുന്ന സമയത്ത് സ്പെഷ്യൽ കേസാണ്, നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം നോക്കാം. നമ്മുടെ ആ ഫ്രീക്വൻസികളൊന്നും എടുത്ത് എഴുതാം അല്ലേ.
ഏതൊക്കെയാണ് 200 200 201 204 അല്ലേ? ഇതാണ് നമ്മുടെ F1 F2 F3. നിങ്ങൾ N1 N2 N3 എന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചോ, ഒരു കുഴപ്പമില്ല. ഇതാണ് 3 ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടല്ലേ, F1ഉം F2ഉം F3യും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് ബീറ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ എത്ര ബീറ്റ് ഫോം ചെയ്യും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യമേ F1 ഉണ്ട്, F2 ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇവർ തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി ആദ്യം ഇത് രണ്ടും കണ്ടുപിടിക്കുക. F1ഉം F2ഉം തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. F1ഉം F2ഉം തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. എന്ത് വരുന്നു? മോഡുലസ് ഓഫ് F2 - F1 എത്ര? 201 - 200 എത്ര കിട്ടും? 1 കിട്ടും. ഓക്കെ ആണല്ലേ? ഓക്കെ, നെക്സ്റ്റ് എത്രയാണ്? F2ഉം F3യും തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര വരും? 204 - 201 എത്ര കിട്ടും? 204 - 201 എന്ന് പറയുന്നത് 3 കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഏത് കേസുണ്ട്? F1ഉം F3യും തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. F1ഉം F3യും തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, വിച്ച് ഈസ് 204 - 200, അത് 4 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് 3 കിട്ടി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ 3 ബീറ്റ് ഫോം ചെയ്യുന്നു. ഇല്ല, പറയാൻ പറ്റത്തില്ല. കാര്യമുണ്ട്. കാര്യം ഈ 3 വേവുകളും സൂപ്പർ ഇമ്പോസ് അല്ലേ ചെയ്യുന്നത്. കൺസെപ്റ്റാണ്, 3 വേവുകളും സൂപ്പർ ഇമ്പോസ് ആണ് ചെയ്യുന്നത്. സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് റിസൾട്ടിങ് നമുക്കൊരു വേറൊരു വേവാണ് കിട്ടുന്നത്. അത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇതേ കാണത്തുള്ളൂ, ഇത് കാണത്തില്ല. ഇത് സൂപ്പർ ഇമ്പോസ് ആയി കഴിഞ്ഞു, പിന്നെ ഇതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇത് 3ഉം കൂടെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തിയിട്ടായിരിക്കും റിസൾട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യണം. കാര്യം നമുക്ക് അവസാനം കേൾക്കുമ്പം എത്ര ബീറ്റ് ഉണ്ടെന്ന് ഇത് എണ്ണി നമുക്ക് ബ്ലൈൻഡ്ലി പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പർ കിട്ടിയായിരുന്നു? ബീറ്റ് ഫ്രീക്വൻസി 1 കിട്ടിയായിരുന്നു, 3 കിട്ടിയായിരുന്നു, 4 കിട്ടിയായിരുന്നു അല്ലേ? 1 3 4 കിട്ടി. ഓക്കെ, ഫൈൻ. നമുക്ക് ഇനി ചെയ്യേണ്ടത്, നമ്മൾ ടൈം പീരീഡിനൊരു ഫോമുല പഠിച്ചായിരുന്നു. ടൈം പീരീഡ് എന്തുവായിരുന്നു ഫോമുല പഠിച്ചത്? ടൈം പീരീഡ് T = N/mod F1 - F2, അല്ലെങ്കിൽ തിരിച്ച് F2 - F1 എന്തോ ആയിക്കോട്ടെ, എങ്ങനെ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ നമ്പർ 1ൻ്റെ കേസിൽ നമുക്ക് ഇതെടുത്ത് എഴുതി നോക്കിയാലോ? നോക്കുക, T = എന്താണ്? N/F1 - F2 എത്ര ആയിരുന്നു? 1. ഫസ്റ്റ് കേസ് 1 അല്ലേ കിട്ടിയേ? F1 F2 തമ്മിൽ 1 അല്ലേ കിട്ടിയേ? 1 ഇങ്ങോട്ട് എഴുതുക. N/1. എന്നിന് നമ്മൾ എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. ഫസ്റ്റ് ബീറ്റ് ഫോം ചെയ്യുന്ന ഏതിലാണ്? എന്നിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ബീറ്റ് ഫോം ചെയ്യുന്ന സെക്കൻഡ് കിട്ടും. ഫസ്റ്റ് ബീറ്റ് ഫോം ചെയ്യുന്നത് ഫസ്റ്റ് സെക്കൻഡിൽ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇനി 3 അല്ലേ? ഓക്കെ, 3 ഇതേപോലെ ചെയ്ത് നോക്കേ. T = ഓക്കെ N/3 എന്ന് വരും. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്നിന് എന്ത് ചെയ്യുക? 1 കൊടുക്കുക. അപ്പോൾ 1/3 കിട്ടും. പിന്നെ 2 കൊടുക്കുമ്പോൾ 2/3 കിട്ടും. പിന്നെ 3/3 കിട്ടും. 3/3 എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് ആണല്ലേ? ഓക്കെ, ഞാൻ പറയട്ടെ, ഓൾറെഡി നമുക്ക് T1 കിട്ടിയായിരുന്നു. പിന്നെ ഈ 1ൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം നമ്മൾ ബീറ്റുകൾ നോക്കുന്ന സമയത്ത് നമുക്കിത് ഒരുമിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരു 1 എണ്ണിയാൽ മതി. നമുക്ക് റിസൾട്ട് അല്ലേ കിട്ടുന്നത്. റിസൾട്ട് കിട്ടുമ്പോൾ അവിടെ ഈ ഒന്നും 1 തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പോൾ റെപ്പറ്റീഷൻ നമ്മൾ കൗണ്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരെണ്ണം കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതങ്ങ് കട്ട് ചെയ്യാം, ഈ ഇതങ്ങ് കട്ട് ചെയ്യാം, 1 കട്ട് ചെയ്യാം. ഓൾറെഡി ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കുക. T = അടുത്ത 4 അല്ലായിരുന്നു, അപ്പം N/4 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? 1/4, 2/4, 3/4, 4/4, 1. ഓക്കെ, നോക്കുക, 1/4 ആണ്, 2/4, 1/2 അതോടെ നിൽക്കട്ടെ, 3/4, 4/4 1 വരുന്നുണ്ട്. അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം, ബിക്കോസ് നമ്മളോട് ഓൾറെഡി 1 എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കൗണ്ട് ചെയ്യുക. ഒരു ബീറ്റ് ഫോം ചെയ്യുന്നുണ്ട്. 1/3 ഒരു ബീറ്റ് ഫോം ചെയ്യുന്നുണ്ട്. 2/3 വേറൊരു ബീറ്റ് ഫോം ചെയ്യുന്നുണ്ട്. 1/4, 2/4, 3/4 എത്ര എണ്ണി നോക്കിക്കേ? 1 2 3 4 5 6. ടോട്ടൽ എത്ര ബീറ്റ് ഫോം ചെയ്യുന്നുണ്ട്? 6 ബീറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ 3 വേവുകൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ടോട്ടൽ 6 ബീറ്റാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റിപ്പോകരുത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇവിടെ നോക്കാം. ഓപ്ഷൻ എ ആണ് 6. ആൻസർ 6 ആണ് വരുന്നത്, ഓപ്ഷൻ എ. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. സൂപ്പർ ഇമ്പോസിഷൻ വരുമ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം. നമ്മൾ ടൈം പീരീഡ് എടുത്തിട്ട് റെപ്പറ്റീഷൻ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? ബീറ്റിൻ്റെ എണ്ണം എടുക്കാവൂ. അത് 2 വൈബ്രേറ്റിംഗ് ട്യൂണിംഗ് ഫോർക്ക്. ഓക്കെ, പ്രൊഡ്യൂസ് പ്രോഗ്രസീവ് വേവ് ഗിവൺ ബൈ അതിൻ്റെ ഇക്വേഷൻ, വേവ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. Y1 ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ Y1 Y2 തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ബീറ്റ് പ്രൊഡ്യൂസർ എത്രയാണ്? പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം വീഡിയോ പോസ് ചെയ്ത ശേഷം ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ കീ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് Y1 = അറിയാം. അപ്പം ഞാൻ ജസ്റ്റ് എഴുതുകയാണ്. Y1 = 4 sin 500 πt ആണ് നമുക്കറിയാം. Y2 = 2 sin 506 πt ആണെന്നും അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ബീറ്റ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് A sin
ഒമേഗ ടി എന്ന ഫോർമാറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ A4 ആണ്, അത് നിൽക്കട്ടെ. നമുക്ക് ഒമേഗയാണ് വേണ്ടത്. ഒമേഗ ഈസ് 500 പൈ, ഒമേഗ 1 ഈസ് 500 പൈ, ഒമേഗ 2 ഈസ് 506 പൈ. ഓക്കെ, അപ്പോൾ ഒമേഗ 1 ഈസ് 506 പൈ ആണെങ്കിൽ ഒമേഗ നമുക്കറിയാം 2πf1 ആണല്ലോ. അപ്പോൾ 2πf1 ഈസ് ഈക്വൽ ടു 506 പൈ. F1 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? 506 അല്ലായിരുന്നോ? അപ്പോൾ എന്തായാലും 506 എന്ന് പറയുമ്പോഴത്തേന് 253 ഹെഡ്സ് ഒന്ന് കിട്ടും അല്ലേ? 253 ഹെഡ്സ് ഒന്ന് കിട്ടും. അപ്പോൾ F1 253 ഹെഡ്സ് കിട്ടി. ഓക്കെ, നമുക്കറിയാം ഒമേഗ 2 ഈസ് ഈക്വൽ ടു 500 പൈ ആണ്. അപ്പോൾ അവിടുന്ന് 2πf2 ഈക്വൽ ടു 500 പൈ ആണ്. അപ്പോൾ അവിടുന്ന് F2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 500 പൈ ബൈ 2π. ഇത് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 250 എന്ന് കിട്ടും, 250 ഹെഡ്സ്. ഓക്കെ, അങ്ങനെ അപ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടി? F1 കിട്ടി, F2 കിട്ടി. അപ്പോൾ F1 എന്ന് പറയുന്നത് 253 ഹെഡ്സ് ആണ്, F2 എന്ന് പറയുന്നത് 250 ഹെഡ്സ് ആണ്. F1ഉം F2ഉം കിട്ടിക്കഴിഞ്ഞാൽ ബീറ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പാടുണ്ടോ? ബീറ്റ് ഫ്രീക്വൻസി എന്ത് വരുന്നു? ബീറ്റ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് F1 മൈനസ് F2, അല്ലെങ്കിൽ തിരിച്ച് മോഡുലസ് ഓഫ് F2 മൈനസ് F1. ആൻസർ എത്രയാണ്? 3 ആണ് കിട്ടുന്നത്. 3 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വായിക്കുമ്പം ബീറ്റ് പ്രൊഡ്യൂസർ പെർ മിനിറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? ബീറ്റ് പ്രൊഡ്യൂസർ പെർ മിനിറ്റ് എന്നാണ് പറയുന്നത്. പെർ മിനിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക കാര്യം, നമുക്ക് ആൻസറിൽ ഓപ്ഷൻ 3 ഉണ്ട്. പക്ഷേ ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആയിട്ടുള്ള 3 അല്ല വരുന്നത്, വേറെ ആൻസറാണ്. എങ്ങനെയാണ്? നമുക്കിവിടെ കിട്ടിയ ആൻസർ 3 എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എന്താണ്? മിനിറ്റിലാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? പെർ മിനിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്, പെർ മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പെർ സെക്കൻഡോട് കണ്ടുപിട്ടി എന്ത് ചെയ്യണം? 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ് അല്ലേ? 1 മിനിറ്റിൽ 3 ആണെങ്കിൽ 60 സെക്കൻഡ് എത്ര ആയിരിക്കും? 3 × 60, അതായത് 180 ആയിരിക്കും. 180 ബീറ്റ്സ് പെർ സെക്കൻഡ്. 180 ബീറ്റ്സ് പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബി കാണാൻ പറ്റും, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, കാര്യം നമ്മൾ ആദ്യം കാണുമ്പോൾ 3 എന്ന് പറഞ്ഞ് എഴുതി വെക്കും, പക്ഷേ ആൻസർ തെറ്റാണ്. കാര്യം മിനിറ്റ്സിലാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കുക, എന്നിട്ട് സോൾവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമോ? ഒരു അൺനോൺ ഫോർക്ക് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് 4 ബീറ്റ്സ് പെർ സെക്കൻഡ്. ഓക്കെ, ഒരു ട്യൂണിംഗ് ഫോർക്ക് ഓഫ് ഫ്രീക്വൻസി 288 ഹെഡ്സ്. അങ്ങനെയാണെങ്കിൽ അൺനോൺ ഫോർക്ക് ലോഡ് ചെയ്തേക്കുന്ന വാക്സ് വെച്ചിട്ടാണ് again produces 4 beats per second, the unknown frequency of tuning fork is. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വാക്സിങ് എന്ന ടേമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു അൺനോൺ ഫോർക്ക് ഉണ്ട്, അതായത് ആ ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ഫ്രീക്വൻസി, ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ഞാൻ എഫ് എന്നങ്ങ് വിളിക്കുകയാണ്. ഓക്കെ, ലെറ്റ് എഫ് ബി ദ ഫ്രീക്വൻസി ഓഫ് ദ ഫോർക്ക് ടു ബി അത് തന്നെ അൺനോൺ ആയിട്ട് തന്നേക്കുന്നത് അല്ലേ? എഫ് ബി ദ ഫ്രീക്വൻസി ഓഫ് ദ ഫോർക്ക് ടു ബി ഡിക്ലെയർഡ്. അത് നമ്മൾ എഫ് എന്ന് വിളിക്കുകയാണ് അല്ലേ? ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഏത് ഫോർക്കിനാണോ ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ എഫ് എന്നങ്ങ് വിളിക്കുകയാണ്, അൺനോൺ ഫ്രീക്വൻസി. ഫൈൻ. ഇനി നമ്മൾ തന്നിരിക്കുന്ന ബീറ്റ് ഫ്രീക്വൻസി എത്ര തന്നേക്കുന്നത്? ബീറ്റ് ഫ്രീക്വൻസി ഞാൻ എഫ് ബി എന്ന് എഴുതും. ബീറ്റ് ഫ്രീക്വൻസി ഈസ് ഗിവൺ ആസ് 4 ബീറ്റ്സ് അല്ലേ? 4 ആണ് തന്നേക്കുന്നത്. ഫൈൻ. ട്യൂണിംഗ് ഫോർക്ക് വെറുതെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ഇരുന്നാൽ ഫ്രീക്വൻസി ഉണ്ടാവുമോ? ബീറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവത്തില്ല. മിനിമം 2 ട്യൂണിംഗ് ഫോർക്കെങ്കിലും വേണം. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്ന ഫ്രീക്വൻസി 288 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ എന്തായാലും എഫ് ഡാഷിന് വിളിക്കുകയാണ്. എഫ് ഡാഷ് എത്ര തന്നിട്ടുണ്ട്? 288 ഹെഡ്സ് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സെക്കൻഡ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള പിന്നെ പറയുന്നുണ്ട് അത് ലോഡ് ചെയ്തേക്കും അല്ലേ? വാക്സ് വെച്ചിട്ട് ലോഡ് ചെയ്തേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെയും ലോഡ് ചെയ്ത ശേഷം പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്? 4 ബീറ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മാസ് ആഡ് ചെയ്ത് വാക്സ് ചെയ്ത ശേഷവും എന്ത് തന്നെ പിന്നെയും പഴയ പോലെ 4 ബീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മറ്റേതിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ കാര്യം ചോദിക്കട്ടെ, നമുക്ക് ബീറ്റ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ത് വരുന്നത്? എഫ് ബി ഈസ് ഈക്വൽ ടു, നമ്മുടെ ഈ ഇക്വേഷൻ പ്രകാരം എഫ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് എഫ് മൈനസ് എഫ് ഡാഷ് അല്ലേ? നമുക്കിവിടെ F1 മൈനസ് F2 ആയിരുന്നു, ഇവിടെ എഫും എഫ് ഡാഷും ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എഫ് മൈനസ് എഫ് ഡാഷിന് എഴുതിക്കൂടെ? നോ വറീസ്. ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 2 രീതി എഴുതിക്കൂടെ? മോഡുലസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഒന്നീ എഫ് മൈനസ് എഫ് ഡാഷിന് എഴുതാം, പ്രശ്നമില്ല. അല്ലെങ്കിൽ എഫ് ഡാഷ് മൈനസ് എഫ് എന്ന് എഴുതാം. കാര്യം 2 എണ്ണം എഴുതിയാലും മോഡുലസ് ഉണ്ടാകേണ്ട ആൻസർ പോസിറ്റീവാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 2 കേസുകളുണ്ട്. ഏത് കേസ് ആൻസർ നമുക്കറിയാമോ? നമുക്കറിയത്തില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. ഇവിടെ എഫ് ബിയുടെ വാല്യൂ 4 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 4 2ആയിട്ട് ചാൻസ് ഉണ്ട്. ഒന്നീ എഫ് മൈനസ് എഫ് ഡാഷ് വരാം. എഫ് ഡാഷ് ഈസ് 288 ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ 288 മൈനസ് എഫ് വരാം.
ഈ 2 കേസ് ഈ ക്വസ്റ്റ്യനിലുള്ളൂ. ഈ 2 കേസിൽ ഏത് കേസാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നോക്കാം. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ തന്നേക്കുന്നത് വാക്സ് ചെയ്തു അല്ലെങ്കിൽ ലോഡ് ചെയ്തുള്ള ഡാറ്റ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്തുവായിരുന്നു? ലോഡഡ് വിത്ത് വാക്സ് അല്ലേ. അപ്പോൾ ലോഡ് ചെയ്തേക്കുക. അപ്പോൾ ഈ വാക്സ് അല്ലെങ്കിൽ ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാസ് നമ്മൾ കൂട്ടുവാണ്. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കുറയും? ഫ്രീക്വൻസി കുറയും. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു എന്ത് കുറയും? ഫ്രീക്വൻസി കുറയും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫ്രീക്വൻസി കുറയുന്നുണ്ട്. ഫ്രീക്വൻസി കുറയുന്നുണ്ട്, രണ്ടിടത്തും കുറയുന്നുണ്ടെന്ന് അറിയാമല്ലോ. ഓക്കെ, ചോദിക്കട്ടെ ഞാൻ, ഈ എഫ് ഇവിടെ എന്തായിരിക്കാം ഈ കേസിൽ? ഇത് വിട്, ഈ കേസ് വിട്. ഈ കേസിൽ എഫിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും വരുന്നത്? എഫ് മൈനസ് 288 ഈക്വൽ ടു 4. നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എഫിൻ്റെ വാല്യൂ എത്ര കിട്ടും? 292 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ ഡിക്ലെയർ ചെയ്യുന്നില്ല, 292 ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫ്രീക്വൻസി കുറയുന്നില്ലേ? കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വാക്സ് ചെയ്യുന്നുണ്ട്. വാക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് കുറയും? ഫ്രീക്വൻസി കുറയും. അപ്പോൾ 292 എന്ന് പറഞ്ഞത് കുറഞ്ഞാൽ എങ്ങോട്ടാണ് വരുന്നത്? 291, 290, 289, 288. 88 ആകുമ്പോൾ 0 ആവും. അപ്പോൾ കുറഞ്ഞ് ഫ്രീക്വൻസി വരിക. അപ്പോൾ ഈ 4 എന്തായിട്ട് മാറും? ഈ 4 എന്തായിട്ട് മാറുന്നുണ്ട്? 3 ആയിട്ട് മാറുന്നുണ്ട്. 210 അങ്ങനെ പോവുക. ഓക്കെ, ഈ ഫ്രീക്വൻസി 43210 എന്ന റേറ്റിൽ പോവാണ്. ഈ കേസ് നോക്കേ, ഇവിടെ എഫിൻ്റെ വാല്യൂ എത്ര കിട്ടുമായിരിക്കും? 4 = 288 മൈനസ് എഫ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് = എത്ര കിട്ടും? 292 എന്ന് കിട്ടും അല്ലേ. 292. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീക്വൻസി കുറയുന്നുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി കുറയുമ്പോൾ 292 കുറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 288 മൈനസ് 4 എന്ന് വെച്ചാൽ 284 ആണല്ലേ. 284 കുറയെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് കുറയുന്നത്? 283, 282, 281. അപ്പോൾ ഈ 4 എന്ന് പറയുന്ന വാല്യൂ എങ്ങോട്ട് പോവാണ്? ഈ 4 എന്ന് പറയുന്ന വാല്യൂ പിന്നെയും കൂടി പോവാണ് അല്ലേ. 4, 5, 6, 7, 8, 9 അങ്ങനെ കൂടി പോവാണ് അല്ലേ. അതെ, കൂടി പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും 2 കേസും കിട്ടി. അപ്പോൾ ഇവിടെ എന്തായാലും കൂടി പോവാണ്. അപ്പോൾ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാം. ആ വാക്സ് ചെയ്ത ശേഷം എന്താണ് സംഭവിക്കുന്നത്? വാക്സ് ചെയ്ത ശേഷം 4 ബീറ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ ബീറ്റ് ഫോം ചെയ്യുന്നുണ്ട്. 4 ബീറ്റ് എവിടെയെങ്കിലും ഫോം ചെയ്യുന്നുണ്ടോ? ഈ കേസിൽ 4 ബീറ്റ് ഫോം ചെയ്യുന്നതിനൊക്കെ തോന്നുന്നുണ്ടോ? 5, 6, 7, 8, 9, 10, 11, 12 അങ്ങനെ പോവുക. അല്ലാതെ 4 നമ്പർ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കേസല്ല. പിന്നെ ഏത് കേസാണ് ഉള്ളത്? ഈ കേസാണെന്ന് അറിയാം, എന്നാലും നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. 3, 2, 1, 0. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെയും 1 ആവും, 2 ആവും, 3 ആവും, പിന്നെയും 4 വരും. ഞാൻ പറഞ്ഞ നെഗറ്റീവ് വരത്തില്ല. ബീറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഇവിടെ നെഗറ്റീവ് വരത്തില്ല. മോഡലസ് അല്ലേ. ഇവിടെ 1, 2, 3, 4 പിന്നെയും 4 വരുന്നുണ്ട്. അപ്പോൾ ഏത് കേസാണ് നമ്മൾ എടുക്കേണ്ടത്? ഈ കേസാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാമല്ലോ. എഫ് മൈനസ് 288 = 4. ഇവിടുന്ന് എഫ് = 4 + 288 വിച്ച് ഈസ് 292 ഹെഡ്സ്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതെടുത്തു കഴിഞ്ഞാൽ ആൻസർ 284 വരും. ആ ഓപ്ഷൻ തെറ്റാണ്. കാര്യം ഇങ്ങനെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആപ്റ്റ് ഏതാ വരുന്നത് ആ ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്യാവും. എന്നിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 56 tuning fork are arranged in series that each fork gives 4 beats with the previous one. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ലാസ്റ്റ് ഫോർക്ക് ഈസ് 3 times ദാറ്റ് ഓഫ് ഫസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് ഫോർക്ക് എത്രയാണ്? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇതിൽ കുറേ ട്യൂണിംഗ് ഫോർക്ക് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുവാണ്. ഫോർ എക്സാമ്പിൾ ഉണ്ട്, ഒരു ഫോർക്ക് 2, 3, 4 അങ്ങനെ കുറേ 56th വരെ അറേഞ്ച് ചെയ്തു. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, അങ്ങനെ 56 വരെ അറേഞ്ച് പോയേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ 56 ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? പിന്നെ ഈച്ച് ഫോർക്ക് ഗീസ് 4 beats per second. അതായത് ബീറ്റ് ഫ്രീക്വൻസി എത്ര തന്നിട്ടുണ്ട്? 4 beats per second ആണ്. അതെങ്ങനെ എനിക്ക് ബീറ്റ് ഫ്രീക്വൻസിയാണ് മനസ്സിലായത്? 4 beats per second വിത്ത് പ്രീവിയസ് വൺ. അതായത് ഇത് രണ്ടും തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി ഇത് രണ്ടും തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി 4 beats per second. ഇത് രണ്ടും തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി 4 beats per second. ഇത് രണ്ടും തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസി 4 beats per second. അങ്ങനെ അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ട്യൂണിംഗ് ഫോർക്കുകൾ തമ്മിലുള്ള ബീറ്റ് ഫ്രീക്വൻസിയാണ് 4 എന്ന് പറയുന്നത്. സമ്മതിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ പറയുന്നുണ്ട് ഫ്രീക്വൻസി ഓഫ് ലാസ്റ്റ് ഫോർക്ക്. അതായത് ഈ 56ാമത്തെ ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ 3 ഇരട്ടി ഫ്രീക്വൻസി ആയിരിക്കും എന്നും പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് ട്യൂണിംഗ് ഫോർക്ക്, ഇവിടുത്തെ ഫ്രീക്വൻസിയുടെ ഫസ്റ്റ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാത്ത നമ്മുടെ ഫസ്റ്റ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ഞാൻ എഫ് എന്നങ്ങ് വിളിക്കുകയാണേ. സമ്മതിച്ചല്ലോ, കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സെക്കൻഡ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും, ഈ ഫ്രീക്വൻസിയെ കാട്ടി 4 കൂടുതലോ കുറവോ ആയിരിക്കത്തില്ല ഈ ഫ്രീക്വൻസി. അതെങ്ങനെ വരുന്നത്? ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുകട്ടെ. എഫ് +or -4 എങ്ങനെ വരുന്നത്?
ഈ സെക്കൻഡ് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി ഞാൻ F2 എന്നങ്ങ് അസ്യൂം ചെയ്യുമെന്ന് വെച്ചോ. അങ്ങനെ ആണെങ്കിൽ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ബീറ്റ് ഫ്രീക്വൻസി തന്നിട്ടില്ല, എത്രയാണ്? 4 ആണ് തന്നിട്ടില്ലേ? നമ്മുടെ ഇക്വേഷൻ വരുന്ന ബീറ്റ് ഫ്രീക്വൻസി 4 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് F2 മൈനസ് F1 അല്ലെങ്കിൽ F1 മൈനസ് F2. നമുക്കറിയാമല്ലോ. അങ്ങനെ ആണെങ്കിൽ ഇവിടെ രണ്ട് കേസില്ലേ, ഒന്നീ 4 ഈക്വൽ ടു എന്ത് വരാം? F2 മൈനസ് F1 വരാം, അല്ലെങ്കിൽ F1 മൈനസ് F2 വരാം. രണ്ട് കേസില്ലേ? രണ്ട് കേസൊന്ന് മാറ്റി എഴുതിക്കുക. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് F1 ആണ് ഫസ്റ്റിൻ്റെ ഫ്രീക്വൻസി വേണ്ടത്. അപ്പോൾ F1 ഈസ് ഈക്വൽ ടു F2 പ്ലസ് 4 എന്നും വരാം. പിന്നെ F1 ഈസ് ഈക്വൽ ടു F1 ഈസ് ഈക്വൽ ടു F2 മൈനസ് 4 എന്ന് വരാം. അതായത് രണ്ട് കേസ് വരുന്നുണ്ട് അല്ലേ? തിരിച്ചെഴുതി കഴിഞ്ഞാൽ F2 ഈസ് ഈക്വൽ ടു F1 മൈനസ് 4, F2 ഈസ് ഈക്വൽ ടു F1 പ്ലസ് 4, രണ്ട് കേസുകൾ വരും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനെ പിടിച്ചാൽ തിരിച്ച് അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ എത്ര വരും? പ്ലസ് 4 മൈനസ് 4 ചാൻസ് ഉണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ എങ്ങനെ എഴുതാം? ഈ ഒരു രീതിയിൽ എഴുതിക്കൂടെ? അപ്പോൾ അടുത്ത് എന്താണ്? അടുത്ത് ഇത് രണ്ടും തമ്മിൽ എത്രയാണ് ഗ്യാപ്പ് വരുന്നത്? പിന്നെയും ഗ്യാപ്പ് എത്ര? 4 അല്ലേ? ഇത് രണ്ടും തമ്മിൽ എത്ര ഗ്യാപ്പ് വരുന്നത്? പിന്നെയും 4 അല്ലേ വരുന്നത്? അപ്പോൾ എത്ര എഴുതാം? F പ്ലസ് 4 മൈനസ് 8. അങ്ങനെ F പ്ലസ് 4 മൈനസ് പിന്നെയും 4 ഉണ്ട്, 8 പ്ലസ് 4 12 ആണ് അല്ലേ? അങ്ങനെ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്തായാലും പ്ലസ് 4 മൈനസ് 0 ആയിരുന്നു അറിയാം അല്ലേ? 0 1 2 3, 4 × 1 4 × 2 4 × 3, 4th 3 മൾട്ടിപ്പിൾ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരുന്നത്? ഇവിടെ നമുക്ക് എഴുതാം F പ്ലസ് 4 മൈനസ് 4 × 55. അതാണ് ഞാൻ എഴുതിയേ. 4 ഇവിടെ ഫസ്റ്റ് ട്യൂണിംഗ് ഫോർക്കിന് 0 ആയിരുന്നു മൾട്ടിപ്ലൈ ചെയ്ത് അല്ലേ? 4ൻ്റെ കൂടെ. സെക്കൻഡ് ട്യൂണിംഗ് ഫോർക്കിന് 4 × 1 ആയിരുന്നു. തേർഡ് ട്യൂണിംഗ് ഫോർക്കിന് 4 × 2 ആയിരുന്നു. ഫോർത്ത് ട്യൂണിംഗ് ഫോർക്കിന് 4 × 3 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ nth ട്യൂണിംഗ് ഫോർക്കിന് n-1 × 4 ആയിരിക്കും. അതായത് ഇവിടെ 55 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ കേസ് വന്നിട്ടുണ്ട്. ഇത്രയും നമുക്ക് ഡേറ്റ നമുക്ക് ക്വസ്റ്റ്യൻ ഇത് വായിച്ചെഴുതാൻ പറ്റും. ഇനി പറയുന്നുണ്ട് എന്താണ്? ദ ഫ്രീക്വൻസി ഓഫ് ലാസ്റ്റ് ഫോർക്ക് ഈസ് 3 times ദാറ്റ് ഓഫ് ഫസ്റ്റ്. ലാസ്റ്റ് ഫോർക്ക് ഏതാ? 56ാമത്തെ ഫോർക്കല്ലേ? 56ാമത്തെ ഫോർക്കിൻ്റെ ഫ്രീക്വൻസി എത്ര തവണയാണ്? 3 times ഓഫ് എന്താണ്? ഫസ്റ്റ് ഫോർക്കാണ്. 3 times കൂടുതലാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മൈനസ് നെഗ്ലക്റ്റ് ചെയ്തുകൂടെ? കൂടുതലാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം F പ്ലസ് 44 × 5 ബ്രാക്കറ്റിലാണേ, ബോർഡ് മാസൊക്കെ ഉണ്ട്. 44 × 5 ഈസ് ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റ് ട്യൂണിംഗ് ഫോറിൻ്റെ ഫ്രീക്വൻസി എത്ര ആയിരുന്നു? F ആയിരുന്നു. ഫസ്റ്റ് ട്യൂണിംഗ് ഫോറിൻ്റെ ഫ്രീക്വൻസി F ആയിരുന്നു. F എഴുതി സോൾവ് ചെയ്തോടെ ചെയ്ത് F പ്ലസ് വേണ്ട എന്ത് ചെയ്യാം? F പ്ലസ് 44 × 5 ഈക്വൽ ടു 3F. വെറും F അല്ല കേട്ടോ, 3F അങ്ങനെ പറ. ഓക്കെ, 3 times ദാറ്റ് ഓഫ് ഫസ്റ്റ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. 3 times ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 44 × 5 ഈക്വൽ ടു 3F മൈനസ് F, 2F എന്ന് കിട്ടത്തില്ലേ അല്ലേ? 2F എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ F ഈസ് ഈക്വൽ ടു 44 × 5 ഡിവൈഡ് ബൈ 2, അതായത് 22 × 5 എന്ന് വരും. 22 × 5 വരുമ്പോഴത്തേന് 1010. ഓക്കെ, ആൻസർ ഉണ്ട് 110 എന്ന് വരും. 1110 അല്ലേ? യെസ്, 1110. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 110 അതാണ് നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ചോദ്യം ചോദിക്കുന്ന വെറൈറ്റീസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബീറ്റിനെ പറ്റിയൊരു ചോദ്യം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്, ബീറ്റിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതേപോലെ വാക്സിങ്ങിന് പകരം വെയിനിങ് എന്ന് ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ ഈ പറഞ്ഞ പരിപാടി തന്നെ ഓപ്പോസിറ്റ് ചെയ്യുക. അത് നമ്മൾ കറക്റ്റ് എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അതുവഴി നമുക്ക് എളുപ്പമൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻ ബീറ്റിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രോബ്ലംസ് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടാൻ നല്ലതാണ്. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ എടുത്ത് ചെയ്യുക. അപ്പോൾ അത് നല്ല എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ബീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണ് ഇത് പാടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.